ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും തുടക്കമായി. ഡിസംബർ 17 വരെ നടക്കുന്ന പരിപാടികളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ നമ്പൂതിരി, സഹതന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും. അനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയൻ നമ്പൂതിരി നേതൃത്വം നൽകും. 5-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:47 മുതൽ 1:12 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടബന്ധ ദ്രവ്യ ധ്വജപ്രതിഷ്ഠാ കർമ്മം നടക്കും. 10-ന് രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് രാത്രി 9 മണിക്ക് കൊടിയേറും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധ ഏരിയകളിൽ നിന്നുള്ള കാഴ്ചവരവും തിടമ്പ് നൃത്തവും വിവിധ കലാപരിപാടികളും നടക്കും. പ്രധാന ഉത്സവ ദിവസമായ 16-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണം, പറയെടുപ്പ്, എഴുന്നള്ളത്ത്. 17-ാം തീയതി ആറാട്ടിനും വലിയ കാണിക്കയ്ക്കും ശേഷം നടക്കുന്ന ആറാട്ട് സദ്യയോടുകൂടി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് സമാപനമാകും. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. പണ്ട് നാരദ മഹർഷി ഇതേ ചോദ്യം ബ്രഹ്മാവിനോട് ചോദിച്ചിരുന്നു. ആ സംവാദം നമുക്ക് ഇപ്പോൾ എടുക്കാം എന്ന് പറഞ്ഞു. 5-ാമത്തെ അധ്യായം ബ്രഹ്മാവ് നാരദൻ തമ്മിലുള്ളതായ ഒരു സംവാദം. ഒരിക്കൽ നാരദ സത്യലോകത്ത് അച്ഛനെ കാണാൻ പോയതാണ്. അച്ഛനാണെന്ന് വെച്ചാൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറന്ന ഉടനെ നാരദനോട് ഒരു ചോദ്യം. ഞാൻ കുറേ കാലം ഇവിടെ വന്നിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരുന്നത് കുറഞ്ഞാണെന്ന് ചോദിച്ചു. അല്ല, ധ്യാനിക്കാൻ. അല്ല, അങ്ങല്ലാതെ വേറൊരു ഈശ്വരനുണ്ടോ? എന്തിനാ വന്ന് ധ്യാനിക്കുന്നത്? ബ്രഹ്മാവ് പറഞ്ഞു, പുണ്യ നാരദ, ഞാൻ ആരുമല്ല. ഭഗവാൻ എന്ത് പറയണോ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണോ, അല്ലാതെ ഇവിടെ സ്വതന്ത്രമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അപ്പോൾ നാരദർ ചോദിച്ചു ബ്രഹ്മാവിനോട്, യദ്രൂപം യത് അധിഷ്ഠാനം യതസൃഷ്ടം ഇദം പ്രഭോ യൽ സംസ്ഥം യൽ പരം യച്ഛ തൽ തത്വം വദ തത്വത. പറഞ്ഞു, എനിക്കറിയണം. എന്താ അറിയേണ്ടത്? ഇത് എവിടെ നിന്നുണ്ടായി? എന്തിനാണ് ഇത് നിലനിൽക്കുന്നത്? ഏറ്റവും അവസാനം ഇത് എന്തിനാണ് ലയിക്കുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് ആ പരമമായ തത്വം, തൽ തത്വം വദ തത്വത. ഹേ മഹാപ്രഭു, ആ പരമമായ ആ തത്വത്തെ എനിക്കായിട്ട് വളർച്ച കേൾപ്പിച്ചു തന്നാൽ. ബ്രഹ്മാവ് ആദ്യം മുതൽ വിസ്തരിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ആദിയില്ല ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നില്ല, ഒന്നുണ്ടായി. ആ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ് ആ ഒന്ന്? ആ ഒന്നാണ് ഈ ഒരു ശക്തി. ആ ഒന്നിനെയാണ് ഒരു ഊർജം എന്ന് വിളിക്കുന്നത്. ആ ഒന്നിനെ തന്നെയാണ് ഈ വേദാന്തികള് ബ്രഹ്മതത്വമായിട്ട് നിർവചിക്കുന്നത്.